നമ്മൾ പെരിങ്ങനാട് തൃച്ചേന്തമംഗലം മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവം കാണാൻ പോവാട്ടോ. ഇന്ന് അവിടുത്തെ 10ാമത്തെ ഉത്സവമാണ്. നമ്മുടെ വീടിൻ്റെ അടുത്താട്ടോ ഈ അമ്പലം. അങ്ങനെ നമ്മളിതാ പൂരപ്പറമ്പിലെത്തി. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കാണാൻ. ഇവരൊക്കെ ഉത്സവമൊക്കെ അങ്ങ് അടിച്ച് പൊളിക്കുവാന്നേ. അവിടുത്തെ കുഞ്ഞു കാളയാണ്, നല്ല രസമുണ്ടല്ലേ ഒരുക്കി നിർത്തിയേക്കുന്ന കാണാൻ. നമ്മൾ ചെന്ന സമയത്ത് ഓരോ കരക്കാരുടെയും കുതിരയും കാളയൊക്കെ ആറാട്ടിന് പോയിട്ട് വരുന്ന ടൈമിലാട്ടോ നമ്മൾ ചെന്നത്. ഇത് കണ്ടോ, ഒരു കരക്കാരുടെ കാളയൊക്കെ കൊണ്ടുപോയിട്ട് തിരിച്ചു വരുന്നത് ഞാൻ ആദ്യമായിട്ടോ ഇവിടെ ഇങ്ങനെ കാണുന്നത്. പോയതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുവരുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ചാലേ, ഈ ഒരു നല്ല ഇറക്കമുള്ള ഭാഗത്താട്ടോ കുളമുള്ളത്. നമ്മൾ ഇറങ്ങി ചെല്ലണം, ആ കുളത്തിൽ ചെല്ലണം. ആ കുളത്തിലോട്ട് നമ്മൾ ഇറക്കിക്കൊണ്ട് പോകുന്നതും അതേ സ്പീഡിൽ തന്നെ തിരിച്ച് കയറ്റിക്കൊണ്ടൊക്കെ വരുന്ന ആ ഒരു എഫേർട്ട്. പക്ഷേ ഉത്സവത്തിൻ്റെ വൈബിൽ നമ്മളതൊന്നും ഓർക്കില്ലല്ലയോ, നല്ല രസമായിരിക്കും ഇല്ലയോ. അങ്ങനെ നമ്മളതെല്ലാം പോയി കണ്ടു. പിന്നെ ഒരുപാട് നേരം അമ്പലപ്പറമ്പിലൊക്കെ കറങ്ങി കേട്ടോ. ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു കാണാൻ, നല്ല രസമായിരുന്നു. അവിടെ എല്ലാം കറങ്ങി. പിന്നെ നമ്മൾ മെയിൻ പോയത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ നന്ദഗോവിന്ദൻ ടീമിൻ്റെ ഭജസ് ഉണ്ടായിരുന്നു, അത് കേൾക്കാനായിട്ടോ ഞാൻ സത്യം പറഞ്ഞ പോയത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ എന്താ പറയുക, പാട്ട് കേൾക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ നമ്മളവിടെ ചെന്ന് നിന്നു. ഒരു മൂലയ്ക്കൊക്കെ നിന്നാട്ടോ ഇവിടെ ഭജസ് കേട്ടത്. കാരണം അതുപോലെ ജനമായിരുന്നു വെച്ചാൽ അതുപോലെ ആൾക്കാരായിരുന്നു. നമുക്ക് ശ്വാസം വിടാൻ പോലും അവിടെ സത്യം പറഞ്ഞ് നമുക്ക് സ്ഥലമില്ല. അതുപോലെ ജനങ്ങളാട്ടോ അവരുടെ ഭജസ് കേൾക്കാൻ വന്ന്. കാരണം അതുപോലെ അടിപൊളി പാട്ടില്ലേ അവരുടെ കേൾക്കാൻ, നമ്മളങ്ങ് ലയിച്ച് പോവും. അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ നിന്ന് അവരുടെ ഭജസൊക്കെ കേട്ടു. പിന്നെ നമ്മൾ അമ്പലത്തിന് ഫ്രണ്ടിൽ ഓരോ കെട്ടുകാഴ്ചകളൊക്കെ കൊണ്ട് നിർത്തിയേക്കുന്ന കാണാൻ പോയി. നല്ല രസമുണ്ടല്ലേ ഇങ്ങനെ ഒരുക്കിക്കൊണ്ട് നിർത്തിയേക്കുന്ന കാണാൻ. അങ്ങനെ അതെല്ലാം കുറേ നേരം പോയി നിന്ന് കണ്ടു. അങ്ങനെ കുറേ നേരം അമ്പലപ്പറമ്പിലൊക്കെ കറങ്ങിയിട്ട് പിന്നെ രാത്രിയായി. നമ്മളിനി വീട്ടിൽ പോവാം കേട്ടോ. ഓക്കെ, ബൈ.